ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? അയ്യോ പൊന്നൂസ് മറന്നുപോയോ? കേക്ക് മിൽക്ക് അല്ല, നമ്മള് ഹോട്ട് മിൽക്ക് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, ഹോട്ട് മിൽക്ക് കേക്ക്. ഞാനിത് ഏത് ചാനലിൻ്റെ പേരറിയില്ല, ഏതോ ഒരു ചാനലാണ്. അപ്പം ആ ചാനലിൽ നിന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അതിൽ കണ്ടപ്പോൾ ആ കേക്ക് സൂപ്പറായിരുന്നു. നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ഫീലായിരുന്നു ആ കേക്കിന്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെയൊക്കെ എത്തുമോന്ന്. അല്ലേ പൊന്നൂസേ? ആ, നോക്കാം അല്ലേ? ഓക്കെ. അപ്പം അതിന് അവർ ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല, ബ്ലെൻഡറിലാണ് ഉണ്ടാക്കിയത്. അപ്പം 2 eggs ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് അത് ചെയ്യാം, തുടങ്ങാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ബ്ലെൻഡറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 മുട്ട ഇട്ടിട്ടുണ്ട്. പൊന്നൂസ് അപ്പം പഞ്ചസാര ഇട്ടോളൂ. അത് മതി, ഇട്ടോളൂ. അത് ഫുള്ളങ്ങ് ഇട്ടോ. യെസ്, ഇനി നമുക്ക് ഇത് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ എന്തായിരുന്നു പൊന്നിച്ച് നമ്മളിതിൽ ഇട്ടിരുന്നേ? 2 eggs മറന്നുപോയി. 2 eggs ഓക്കെ. എന്നാ പൊന്നൂസ് പറ, നമ്മൾ എന്തൊക്കെയായിരുന്നു ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നേ? 2 eggs പിന്നെ എണ്ണ ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ പഞ്ചസാരയാണ് ചേർത്തത്, പഞ്ചസാര കൂടെ ചേർത്തായിരുന്നു. അപ്പം പൊന്നൂസ് എണ്ണ ഒഴിച്ചോളൂ. എണ്ണ ഒഴിക്കുക. എണ്ണയും അളന്ന് വെച്ചിട്ടുണ്ട്. പൊന്നൂസ് ഒഴിച്ചോളൂ. ഒഴിക്ക്. ഓക്കെ, ഇനി നമുക്ക് അതും കൂടി ഒന്ന്, ഞാൻ ഇനി ഇതിലേക്ക് ഒരു അല്പം വാനില എസൻസും കൂടി ഒഴിക്കുകയാണ്. അപ്പം ഓക്കെ, നമുക്ക് നോക്കാം. വാനില എസൻസ് ഒഴിക്കൂ. അത്ര ഒഴിച്ചു. അത്ര ഒഴിക്ക്. ഓക്കെ, ഇനി നമുക്ക് അതും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ മിക്സിയിൽ അടിച്ചത് ഇതിൽ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പഞ്ചസാര അളന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ മൈദയും അതിൽ എന്തായിരുന്നു ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹോട്ട് മിൽക്കാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അതിൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടും സെയിം എഫക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂസ് കുറച്ചുകൂടി ഇട്ടോളൂ. കുറച്ച് ഇടാവളേ. കുറച്ച് കുറേശ്ശെ ഇട്ട് തന്നാൽ മതി അമ്മയ്ക്ക്. ഓക്കെ. എടി ദുഷ്ടേ, നീ കൂടുതലിട്ടോ. അത് മാറ്റില്ല, സാരമില്ല, ബാക്കി നമുക്കിടാം. അല്ല, എൻ്റെ ബാറ്റർ ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഹോട്ട് മിൽക്ക് ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. മുഖത്തും ദേഹത്തും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് മാവ്. ഹെൽപ്പ് ചെയ്ത് എനിക്ക് കൂടുതൽ പണിയാക്കി തന്നിട്ടേ ഉള്ളൂ. നെറ്റിയിലും ഉടുപ്പയിലും ഒക്കെ ഉണ്ട്. പൊന്നൂസിൻ്റെ മെയിൻ പണിയെന്ന് വെച്ചാൽ ഈ ബാറ്റർ അവസാനം ഞാൻ ചെയ്യുമ്പോൾ അതെടുത്ത് കഴിക്കുന്നത് പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ സമ്മതിക്കാറില്ല, അത് പച്ചമാവല്ലേ. അപ്പോൾ ഇനി നമുക്കിതിൽ ഹോട്ട് മിൽക്ക് ഒഴിക്കാം. ഞാൻ ഗീ ചേർത്ത് റെഡിയാക്കിയ ഹോട്ട് മിൽക്കാണ്. അപ്പം നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം. പൊന്നൂസ് ടച്ച് ചെയ്യുന്നത് ചൂടാണ്. ഇതൊരു 1/2 ഗ്ലാസ് പാലാണ്. ഓക്കെ, അപ്പം ഇനി നമുക്കിതൊന്ന് ഇളക്കാം. പക്ഷെ ഞാൻ ഇളക്കി. അങ്ങനെ അവസാനം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ പാൻ വെക്കാം. ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്, ഇങ്ങനെ ഞാൻ പണ്ടേ ഇങ്ങനെയാണ് എപ്പോഴും കേക്ക് ഉണ്ടാക്കാറ്. ഇനി നമുക്കൊരു 30 minutes വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇനി റെഡിയാവാൻ ഇനി ഒരു 1/2 മണിക്കൂർ എടുക്കും. 30 minutes എടുക്കും. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യണം. പൊന്നൂസ് മുഖത്തെ മാവൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞ്, നെറ്റിയിൽ കവിളിൽ മാവ് തുടച്ചേ. മൂക്കിൻ്റെ ഇവിടെ ചുണ്ടിൽ ഒക്കെ മാവിരിക്കുക. എന്തായാലും നമുക്ക് 1/2 മണിക്കൂർ വരെ ടൈമുണ്ട്. പൊന്നൂസ് ഒരു പാട്ട് പഠിക്കേ. ഒന്നാങ്കിലി ഒന്ന് പാടിക്കേ. ഒന്നാങ്കിലി പ്ലീസ് ഒന്ന് പാട്. കോമഡി ആയിക്കോട്ടെ, പാടിക്കട്ടെ, കേക്കട്ടെ. വേണ്ട, ഈ ഒന്നാങ്കിലി ഒന്ന് പാടി. വേണ്ട, ഈ ഒന്നാങ്കിലി പാടിയാൽ മതി. ലിറിക്സ് അങ്ങനെയൊന്നും അല്ലല്ലോ മോനൂസേ, ലിറിക്സ് അങ്ങനെയല്ല. പൊന്നൂസ ഒന്നാങ്കിലി ഒന്ന് പാടിക്കോ. ഒന്ന്
അത് വെച്ച് നമുക്ക് വേറെ പാടാം. ഡിഗ്രി പട്ടാളം പണ്ടത്തെ പാട്ടല്ലേ? ആകെ കൺഫ്യൂഷനായി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, കേക്ക് റെഡി ആവട്ടെ. പൊന്നൂസിനെ നമുക്ക് കുളിച്ചിട്ട് വരാം. പൊന്നൂസിനെ ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കട്ടെ. അപ്പത്തിന് നമ്മുടെ കേക്ക് റെഡി ആവും. കം, അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കേക്ക് റെഡിയായി. കാണിക്കൂ. യെസ്, നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. ഒരുപാട് പൊങ്ങി വന്നിട്ടില്ല എൻ്റെ കേക്ക്, ഇത്രയും പൊങ്ങിയിട്ടുള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റാണ്. ചെറിയ മുട്ടയും മരമുണ്ട്. അതെ അതെ, എങ്ങനെ പോയാലും കേക്കിൽ മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ ഒരു സ്മെല്ല് വരും. പക്ഷെ ഇത് തണുത്ത് കഴിയുമ്പോഴേ അത് ഓക്കെ ആവത്തുള്ളൂ. അമ്മ കട്ട് ചെയ്തിട്ടല്ലേ കഴിക്കുക? കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കട്ട് ചെയ്തോളൂ. കേക്കിന് ഭയങ്കര പ്രശ്നമുണ്ട്, തുള്ളി പ്രശ്നമേ ഉള്ളൂ. അതെന്താന്ന് അറിയോ? അത് പൊങ്ങി വന്നില്ല, അതുകൊണ്ടാണ്. സൂക്ഷിച്ചു. അപ്പൊ അടുത്ത ഇനി അടുത്ത കട്ടി. മുത്തിനുള്ള കട്ട് ചെയ്യുക ആദ്യം. യെസ്, മതി മതി മതി. ഇനി കഴിച്ചു നോക്ക്. ആരെയും കൊടിയ മുടിച്ചാലേ കഴിക്കാൻ പറ്റൂ. പോലീസ് അതൊന്ന് കഴിച്ചു നോക്കി. അപ്പൊ നമുക്ക് എടുക്കാം. കൊള്ളാവോ? പക്ഷെ ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണം. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആവുക. എന്ന് ഇപ്പോഴേ വെച്ചെടുക്കണോ? ഇല്ലടാ ചക്കര, ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ തണുപ്പാവും. അപ്പം നമുക്ക് ഈ തുടക്കത്തിലുള്ള ഒരു എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ല് മാറും. ഓക്കെ, കഴിച്ചോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ എല്ലാവർക്കും ബൈ.